നമുക്ക് ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയം ആണ്. അതുപോലെ തന്നെ നാളെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹത്തോടെ നടക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്തേണ്ടുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരുടെ യാത്രയിലെല്ലാം കൂടെ ഇരിക്കുന്നതിനും തക്ക സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നതിനും ദൈവം സഹായിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നിന്നും മറ്റൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാവിലെ സമയം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ദൈവസന്നിധിയിൽ കർത്താവേ, കഴിഞ്ഞ ദിവസം കർത്താവിൽ പ്രത്യാശയോടുകൂടി ജീവിച്ച ഞങ്ങളുടെ പ്രിയ മാതാവിനെ അവിടുത്തെ ദിവ്യ സാന്യ സംഗതിയിലേക്ക് ചേർത്തുകൊള്ളുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കർത്താവെ, ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയ പിതാവിനെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പ്രാരംഭമായി തന്നെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മതിയായവനാണ്. അവിടുത്തെ ദിവ്യ സമാധാനം ഓരോ ഹൃദയങ്ങളിലും പകർന്ന് കർത്താവ് ഓരോരുത്തരിലും ദൈവീയ സമാധാനം അയച്ച് അവരെ ധൈര്യത്തോടെ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ നടക്കുന്ന ഭൗതിക സംസ്കാര ശുശ്രൂഷയിൽ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടാകണം. പ്രിയ കുടുംബത്തെ കർത്താവ് ധൈര്യപ്പെടുത്തണം. ആ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം അവർക്ക് ധൈര്യം കൊടുക്കണമേ, മാനസികമായ ബലം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ. കർത്താവ് അവരിൽ പകർന്നിരിക്കുന്ന ദിവ്യ പ്രത്യാശയ്ക്കായി കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനെയും തിരുകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനിൽ കൂടി നല്ല ആലോചനകൾ ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പാടുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ച് ഞങ്ങളിൽ ഒരു പുതിയ ഉണർവ്, പുതിയ ഉത്തേജനം, ഒരു പുതിയ രൂപാന്തരം സഹായിക്കണമേ. ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ ദൈവം നിറച്ചുകൊള്ളുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ആദ്യവസാനം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉള്ളതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും പോലെ നമുക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാൻ, നമ്മുടെ കൈകളെ ഉയർത്തുവാൻ ഉള്ളത് നമ്മുടെ നാഥനായ ക്രിസ്തു മാത്രമാണ്. നമുക്ക് അവനിൽ തന്നെ ആശ്രയിച്ച് അവന്റെ ദൈവം സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പാട്ട് പാടാം. പഴയ പാട്ടാണ്. ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ Tua
Amen.
ഇത്തരം പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അപ്പാ രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് നീ ഉണ്ടെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യും. കാലം കർത്താവേ, ഞങ്ങളുടെ മധ്യേ നീ ഉണ്ടപ്പാ. ആമേൻ. ഞങ്ങളുടെ വേദന മാറുന്ന ദിവസം, ഞങ്ങളുടെ കണ്ണുനീര് മാറുന്ന ദിവസം, വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത നല്ല നാളേക്ക് വേണ്ടി ഞങ്ങൾ കർത്താവെ കാത്തിരിക്കുകയാണ്. സംഘത്തിലെക്കാരൻ പറയുന്നത് പോലെ നിങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നിങ്ങളുടെ നാളുകളെ എഴുതുവാൻ എന്നെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്ക് ഹല്ലേലൂയ. ഞങ്ങളുടെ ജനനത്തോട് ഒരു ദിവസം കൂടെ അകന്ന് ഞങ്ങളുടെ മരണത്തോടോ അതോ കർത്താവിന്റെ വരവിനോടോ ഒരു ദിവസം കൂടെ അടുത്തിരിക്കുമ്പോൾ ഏറ്റവും ഭയത്തോടും ഭക്തിയോടും കൂടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാവിലെ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, നിന്നെ ആരാധിപ്പാൻ, നിന്നെ പാടി സ്തുതിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഈ ഫോണിയുടെ സിറ്റിയിൽ കർത്താവേ അനേകായിരങ്ങൾ ഹല്ലേലൂയ ഈ സത്യം അറിയാതെ, ഈ സന്തോഷം അനുഭവിക്കാതെ ആയിരിക്കുന്നല്ലോ. ഈ രാവിലെ സമയം ഞങ്ങൾ ഈ ഫോണിയ സിറ്റിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ സഭയുടെ എല്ലാതിന്റെയും വിസ്താരമാക്കി വരും ദിവസങ്ങളിൽ അനേകര് കർത്താവെ ഒരുമിച്ച് നിങ്ങൾക്ക് ആരാധിപ്പാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അതിന്റെ ശുശ്രൂഷകളെ മാനിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ നിന്റെ കാര്യത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മരണം, ഈ ലോകം, ഈ മരണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അതിന്റെ അന്ത്യമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെ പ്രത്യാശ ഞങ്ങൾക്ക് എന്റെ അപ്പച്ചനോട് കൂടെ യുഗായുഗമായി വാഴുന്ന ആ നിത്യതയ്ക്കായി ഞങ്ങളോട് ഞങ്ങളുടെ പ്രിയ അമ്മച്ചിയെ ആ നിത്യതയിൽ കാണാനുള്ള പ്രത്യാശയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിത്യതയിൽ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയില്ല. ദൈവമേ, ഹല്ലേലൂയ. ദിവസങ്ങളില് ഞങ്ങളെ തന്നെ കണ്ടുകൊണ്ടുകൊണ്ട് ഞങ്ങളിലുള്ള കുറവുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവമേ ദിവസങ്ങളിലാകുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണം. ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്ന പ്രിയ ദേവദാസിനെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ ക്രൂശിന്റെ മകനിൽ നിന്നുള്ള തന്നെ മകനെ നീ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ.
ശേഷമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കൃപയുണ്ടാകണം. Yes. പ്രാർത്ഥനയും യാതൊരു സ്തോത്രം യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 23-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. ഹല്ലേലൂയ. ഉദാരമാകുന്നായൻ ഭവനം ഹല്ലേലൂയ. വിട്ടകന്ന എനിക്കേറെ ഭാഗ്യം. കൂടാരമാകുന്നായൻ ഭവനം വിട്ടകന്ന എനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമാതിൻ ഉള്ളിൽ വാസം ചെയ്യാൻ. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമാതിൻ ഉള്ളിൽ വാസം ചെയ്യുവാൻ. രോഗം ദുഃഖം പീഡയൊന്നുമില്ല. ദാഹം വിശപ്പൊട്ടുമില്ല. രോഗം ദുഃഖം പീഡയൊന്നുമില്ല. ദാഹം വിശപ്പൊട്ടുമില്ല. ഉണ്ടെനിക്കൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമകൻ. ഉണ്ടെനിക്കൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമകൻ. 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മുടെ വിശുദ്ധകരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തെ സ്തുതിക്കാം. ഏത് സാഹചര്യത്തിലും നന്മയിലും തിന്മയിലും ഓരിടലും ജീവിതത്തിലും മരണത്തിലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ കരപിടിച്ച് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ നൽകി, ധൈര്യം നൽകി, ആരോഗ്യം നൽകി നമ്മെ നടത്തുന്ന ദൈവം എത്രയോ വലിയവനാണ്, എത്രയോ മതിയായവനാണ്. Lord, we thank you for your grace and for your mercy. We thank you for the comfort and the peace of God. The peace that passeth all understanding, that you are pouring into the hearts of the family and all the friends and our church members today, O Lord. We give you praise and glory. In Jesus' precious name I pray. Amen. Please be seated in the presence of God. I wanted to welcome all of you to the worship, and especially our guest, of course, but this is family, member of this Thomanchain family, and he belongs to that family. Have come for the funeral service from New York, and his name is Pastor Kunjuman Chako, and his dear wife, I forgot her name, and I'm sure you will introduce. Yeah, okay. Thank you.
and they will, Pastor Kunjiman is going to speak to us at the end, and we will listen from him the word of God today. And this morning, and as we come into the presence of God, we remember that we all have a heavy heart, a sad heart. And as last week when we were here, our dear mother was struggling, and she was in between life and death. And many of us, and all of us, have gone into the room, and we sat with her, with the family, encouraged them, sang songs of hope, and we read from the scripture, and the Lord was pleased to accept her into her eternal rest to be with the Lord forever. And I know that leaves us sad, of course. It doesn't matter at what age someone passes from this life to the other life, regardless whether young or old, it always breaks our heart. There is a gap, and there is a vacuum that it creates, and it is not that easy to get used to. And I know Sister Bindu was day and night at her side, and you know, many times we see people occasionally coming and visiting their parents every now and then, maybe Thanksgiving Day, Christmas Day, and New Year's Day, and some important days that the calendar have already outlined as important days, and I'm sure they do come. But ever since I came to know this family in July of last year, and more from October of last year, and I knew personally, and seeing in person and hearing from her that how much Sister Bindu and Brother Saji and Bhavina Moore and these three, and a child, of course, and how they took care of his very exemplary model for others to follow. Amen. And this morning, even though we are a little bit limited in time, I just wanted to give our church members a few minutes for them to express something that is deeply in their heart to the family. Tomorrow, during the service, we have a very tight schedule, and we need 2 hours and 45 minutes to finish it if everybody keep their time. But I'm sure somebody will go over, because the clock doesn't work 60 seconds per minute. I think when we give 5 minutes to somebody, it's when they stop is the 5 minutes. It's not when the clock says it was 5 minutes. So we have to deal with that, and I want all of you to pray that the Lord will give them wisdom so that they know when to start, when to stop is very important. So I wish maybe at least a 1 minute some speech in our from our church at the service. Maybe we can, if there is time, maybe we can accommodate it, or I can give somebody from my time if you wanted to say a word there, and without going over time. But today is our day, and our time to say something without too much restrictions in time. We can say whatever is in your heart, but don't be too long. We have to have 30 minutes for the pastor to share the word of God. At the end, we stop our service at 12 o'clock. Now, if you wish to say something, please be brief and be precise and take this time. May God bless everyone. Praise the Lord. ഈ ഞായറാഴ്ചയുടെ പ്രഭാത സമയത്ത് നമുക്ക് ദിവസത്തിൽ ഒത്തിച്ചു കൂടുവാൻ ഇവിടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. ഞാൻ അമ്മച്ചിയോടുള്ള ബന്ധത്തിൽ ഞാൻ
ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. സോ ഷീ വാസ് എ ബ്ലെസ്ഡ് വുമൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. ഞാൻ എൻ്റെ മമ്മിയുടെ കാര്യം ഞാൻ ഇപ്പോൾ ഓർത്ത് പോയതൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ 32 years ago my mom went to God. She was very young. ഒരു സിമിലാരിറ്റി ഉള്ളത്, they both share the same name, അമ്മാൾ. ഞാൻ അധികം കേട്ടിട്ടില്ലാത്തതാണ്. സോ അന്നേരം മുതൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് വന്നു. എന്നാൽ ദൈവസന്നിധിയിലാണ് അവർ വിശ്രമിക്കുന്നത്. നമുക്ക് ആശ്വസിപ്പാൻ വകയുണ്ട്. മറ്റുള്ള മനുഷ്യരെ പോലെ നമുക്ക് കരയുവാനോ പ്രത്യാശയില്ലാത്തവരെ പോലെ ആയിരിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ സമയത്ത് കർത്താവിൽ പറയുന്ന 70 ഏറെയായാൽ 80. എന്നാൽ അമ്മച്ചി 7 വർഷം കൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചു. ഷി ബോറോഡ് 7 more years. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യാശിപ്പാൻ വകയുണ്ട്. ഇരമ്യാവിൻ്റെ 22:10 പറയുന്നു, മരിച്ചവനെ കുറിച്ച് കരയണ്ട, അവനെ കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാട് വിട്ടു പോവേണ്ടി വരുന്നവനെ കുറിച്ച് തന്നെ കരവിയും, അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയില്ല. സോ നമുക്കറിയാം അമ്മച്ചി മരിച്ചു, ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചുവെങ്കിലും ഒരു നിത്യജീവന് വേണ്ടി കർത്താവിന്റെ കാഹളത്തിൽ നമ്മളെക്കാൾ മുന്നമേ ഉയർത്തുന്നത് അമ്മച്ചിയായിരിക്കും. നമ്മൾ ജീവനോടിരിക്കുന്നവർ പിന്നെയും അവിടെ എടുക്കപ്പെടുകയുള്ളൂ. അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ പ്രത്യാശയോടെ ഇരിക്കാൻ ബിന്ദുവും എനിക്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിൽ ഷീ സ്പെൻഡ് ഹർ ടൈം, entire time to take care of the mother. Also Pavina more, I can see that family, the love. അച്ചായന് വളരെ വിഷമമുള്ള സമയമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് കമ്പാനിയനായിട്ട് കൂടെയിരുന്നു, അസുഖമായിരുന്നു കിടന്നിരുന്നെങ്കിലും പെട്ടെന്നൊരു വേർപാട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. എന്നാൽ ദൈവം കരങ്ങളിൽ താങ്ങട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഒരു മുഖാന്തരമാണ്. ഇതെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇതെല്ലാം അൺഫോൾഡിങ് അക്കോർഡിംഗ് ടു ദ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. എന്നാൽ സഭ അതിന് കൂട്ടായി നിന്നും വീണ്ടും നിങ്ങളെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുമെന്ന് ദൈവവചനം പറയുന്നു. ഈ ലോകത്തിൽ ഒരു വളരെ ദൈവഭക്തിയോടെ ദൈവഭയത്തോടെ ദൈവത്തിന് വളരെ പ്രയോജനപ്പെട്ട ഒരു അമ്മച്ചിയായി ജീവിച്ച് കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ജോലി ചെയ്തു. തനിക്ക് നൽകിയ എല്ലാ നന്മകളും കുഞ്ഞുങ്ങൾക്ക് നൽകിയ നന്മകളും ഒക്കെ കാണുവാൻ ആയുസ് കൊടുത്തു. കർത്താവ് വിശുദ്ധ ജീവിതം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം, രക്ഷയിലേക്ക് കടന്നു വരുവാനും ദൈവത്തിനനുസരിക്കാനും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ നിറയപ്പെടുവാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം തന്റെ ദാസിക്ക് കൊടുത്തു. അതൊക്കെ വളരെ നമുക്ക് പ്രത്യാശയും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം വിട്ട് ആ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവം തന്റെ ദാസിക്ക് കൊടുത്ത വളരെ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബവുമായി ഞങ്ങൾക്കും വളരെ അടുത്തിടപെടുവാനും സ്നേഹത്തോടെ ആയിരിക്കാനും ആത്മീയ ബന്ധം പുലർത്തുവാനും ഒക്കെയും ദൈവം അവസരം ഒരിക്കൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു. അമ്മച്ചിയെയും അച്ചായനെയും പ്രിയ ബിന്ദു സിസ്റ്ററിനെയും സജി ബ്രദറിനെയും ഭവിന മോളെയും വളരെ അടുത്തറിയുവാനും അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും ഞങ്ങൾക്ക് സംസാരിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെയും അവരുണ്ട്. അവര് ദൈവനാമത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം അവർക്ക് വളരെ പ്രതിഫലം നൽകും. പ്രത്യേകിച്ച് മാതാവിനെ ശുശ്രൂഷിക്കുവാൻ അവരെല്ലാവരും കാണിച്ച ആ വലിയ സ്നേഹം, ആ കരുതൽ നമ്മൾക്ക് കാണുവാൻ ലോകത്തിൽ കാണാത്ത ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഭവനത്തിൽ അത് പറയും. ബിന്ദു സിസ്റ്ററിന്റെ വളരെ ടൈറ്റായിട്ടുള്ള സ്കെഡ്യൂളിലൊക്കെയും പുള്ളിക്കാരി ഉറങ്ങാതെ മമ്മിയെ ശുശ്രൂഷിക്കുവാനും ടേക്ക് കെയർ ചെയ്യുവാനും ഒക്കെയുള്ള അവസരങ്ങൾ കണ്ടു. അതുപോലെ ഭവിനമ്മോളും സജി ബ്രദറും ഒക്കെ അമ്മച്ചിക്ക് വേണ്ടി വളരെ കാര്യങ്ങൾ ചെയ്തു. അതൊക്കെയും നമുക്ക് അഭിനന്ദിക്കുവാൻ തക്കതായ കാര്യങ്ങളാണ്. ദൈവം ഇത്രത്തോളം അമ്മച്ചിക്ക് ആയുസ് കൊടുത്തു. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, പ്രത്യാശിപ്പാൻ വകയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കുടുംബത്തിനെ ദൈവം പ്രത്യാശയാലും സമാധാനത്താലും നിറയ്ക്കട്ടെ. തുടർന്നും ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.
രണ്ട് സഹോദരിമാരും പറഞ്ഞതുപോലെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സമയക്കുറവുകൊണ്ട് ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വാക്കുകളിൽ കൂടി ആൾക്കാരെ ബലപ്പെടുത്തുവാനും പറയുവാനൊക്കെ എല്ലാവർക്കും കഴിയും. എന്നാൽ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പാസ്റ്റർ പറഞ്ഞ ഒരു എക്സംപ്ലറി മോഡലാണ് ബിന്ദു സിസ്റ്ററും പൈതലും അപ്പച്ചനും സജി ബ്രദറും ഞങ്ങളെ കാണിച്ചു തന്നത്. ഞങ്ങൾക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മോഡലാണ് നിങ്ങൾ കാണിച്ചു തന്നത്. അത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. ഇതിൽ പരം ഭാഗ്യം ഒന്നുമില്ല. ലോകത്തിൽ കരുതാനാളുണ്ടായിരുന്നു, അതിലുപരിയായി ദൈവത്തെ അടുത്തറിയാനുള്ള ഭാഗ്യവും അമ്മച്ചിക്ക് ലഭിച്ചു. അതിൽ പരം ഭാഗ്യമായിട്ട് ഈ ലോകത്തിൽ ഇനി ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. കടന്നു പോകുന്നത് പ്രയാസമുള്ള സമയമാണെന്നറിയാം. എന്നിരുന്നാലും ഹല്ലേലൂയ, നിങ്ങളെക്കൊണ്ട് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തതുകൊണ്ട് സന്തോഷിപ്പാനായിട്ട് വകയുടെ നിത്യതയിലെത്തുമ്പോഴേ അമ്മച്ചിയെ വീണ്ടും കാണുവാനായിട്ട് കഴിയും. രോഗമില്ലാത്ത, പ്രയാസമില്ലാത്ത, ഹല്ലേലൂയ, കഷ്ടപ്പാടില്ലാത്ത ആ നിത്യതയിൽ നമുക്ക് എത്തി വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കും. നീയൻ പിതാ, നീയൻ മാതാ, നീയൻ രക്ഷാ സങ്കേതവും. നീയൻ മാതാ, നീയൻ രക്ഷാ സങ്കേതവും. മാറാത്ത നീ എന്നുറ്റ സഖി, തീരാത്ത നിക്ഷേപവും. സ്വർഗത്തിലും ഈ ഭൂമിയിലും നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല. സ്വർഗത്തിലും ഈ ഭൂമിയിലും നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ല. എൻ യേശുവേ, എൻ ജീവനേ, നീ മാത്രമെൻ മകൾ ഭാഗ്യമേ. ഇന്നാവകം ഈ മായാസുഖം വെറും കണ്ണീരല്ലോ അതിൻ്റെ അന്ത്യം. നിന്നാവകം ഈ മായാസുഖം വെറും കണ്ണീരല്ലോ അതിൻ്റെ അന്ത്യം. സ്വപ്നാസമം ഈ ഭുവനവാസം മാനീടുമേ വേഗാമത്. Praise the Lord. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പ്രിയ അമ്മച്ചിയുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം ഇല്ലായിരുന്നുവെങ്കിലും പ്രിയ അമ്മച്ചിയുടെ നല്ല ഓർമ്മകൾ ഈ കുഞ്ഞുങ്ങൾ കൂടി ഒക്കെ പ്രിയ പാസ്റ്ററിൽ കൂടി ഒക്കെയും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിച്ചു. അതിലുപരി കഴിഞ്ഞ ദിവസം ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രസാദ് ചേട്ടനാന്ന് തോന്നുന്നു, അത് അങ്ങനെ ഒരു മലയാളത്തിൽ ഒരു ബ്രീഫായിട്ടൊരു അമ്മച്ചിയുടെ ഒരു ജീവിതത്തെ കുറിച്ച് എഴുതുവാൻ തക്കവണ്ണം ഇടയായി. എനിക്ക് ഈ കുടുംബത്തെ കണ്ടുമുട്ടിയ നാളാന്ന് മുതൽ പ്രിയ അമ്മച്ചിയോട് കാണിക്കുന്ന ഈ കുടുംബത്തിന്റെ സ്നേഹം ശരിക്കും ഈ പ്രത്യേകിച്ച് ഈ ബിസി ലൈഫിൽ ഈ അമേരിക്കയിൽ നമ്മളായിരിക്കും, നമ്മളെല്ലാവരും ബിസിയാണ്, ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാലും പ്രിയ ബിന്ദു സിസ്റ്ററും പ്രിയ സജി ബ്രദറും ബവീനാമ്മോളും പ്രിയ അച്ചാനും ഒക്കെ പ്രിയ അമ്മച്ചിക്ക് കൊടുത്ത കരുതൽ ഏറ്റവും ബെസ്റ്റ് അവരുടെ അമ്മച്ചിക്ക് കൊടുത്തു. ഒരു നേഴ്സിംഗ് കൊണ്ട് അമ്മച്ചിയെ കൊണ്ട് തള്ളപ്പെട്ടിട്ടില്ല. അവരുടെ കൂടെ നിർത്തി അവസാന നിമിഷം വരെ, അവസാന കാലങ്ങളിലൊക്കെ അമ്മച്ചിക്ക് ഒത്തിരി പ്രയാസമായിരുന്നു. അവിടെ എല്ലാം അവര് കാണിച്ച ആ സ്നേഹം ഒരു ഉത്തമ ഉദാഹരണം നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ മാതാവും പിതാവും ഞാൻ ഒത്തിരി സ്നേഹിച്ചവരാണ്. എന്നാല് പലപ്പോഴും അവരെ പോയി ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിലും അവരുടെ ഫ്യൂണറൽ സർവീസിൽ പിതാവിന്റെ മാത്രം ഫ്യൂണറൽ സർവീസിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ പ്രിയ അമ്മച്ചിയുടെ എന്റെ മമ്മിയുടെ സമയത്ത് കോവിഡ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ കടന്നു പോയി ഒത്തിരി പ്രയാസമുണ്ടായി. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ മാതാവിനെ ശുശ്രൂഷിച്ച ആ അവസാന നിമിഷവും ആ ഫ്യൂണറൽ സർവീസിൽ അവർക്ക് ഒന്നിച്ച് പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് അവസരങ്ങൾ കൊടുത്തു. ഈ കുടുംബത്തെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ലോക സിസ്റ്റം 3 അക്ഷരത്തിൽ തുടങ്ങി 3 അക്ഷരത്തിൽ
തുടർന്ന് 3 അക്ഷരത്തിൽ അവസാനിക്കുമ്പോൾ, ജനനം, ജീവിതം, മരണം, ഇത് 3 അക്ഷരത്തിൽ തന്നെ അവസാനിക്കുമ്പോൾ ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. യുഗായുഗമായി കർത്താവിനോട് കൂടെയുള്ള നിത്യത. അത് 3 അക്ഷരമാണെങ്കിലും അത് യുഗായുഗമാണ്. ആ നിത്യതയിൽ നമുക്ക് നമ്മുടെ അപ്പച്ചനെ ചെന്ന് കാണാം. സമയം അധികം എടുക്കുന്നില്ല. അവസരം ഒരുക്കി തന്ന ദൈവദാസൻ സഭയ്ക്കും എനിക്കുള്ള സ്നേഹവും നന്ദിയും, ഈ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. Thank you for expressing your reflections and the love and appreciation for the family. And we will just go forward with the service, and at this time we will sing the offering song and take the offering. നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി ലോകേ ഞാനൻ നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി ഭാരമേലും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധാ Hallelujah. We thank you, Jesus. നമുക്ക് വീണ്ടും നമ്മെ തന്നെ ദൈവകാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പ്രധാനമായി പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിന്റെ മാനസിക സന്തോഷത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കും വേണ്ടിയും നാളെ നടക്കുന്ന ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് പ്രിയ മാതാവിന് കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ കാര്യങ്ങളും വളരെ നന്നായി ചെയ്യുവാൻ, ദൈവകൃപ എല്ലാ ജീവിതങ്ങളും മീതെ ഉണ്ടാകുവാൻ, അനേകർ കടന്നു വരുവാൻ, പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെല്ലാം യാത്രയൊക്കെ സുരക്ഷിതമായി ചെയ്ത് ഇവിടെ എത്തുവാൻ
കർത്താവ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ ദീർഘമായ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയില്ല. നമുക്ക് പ്രിയ കുടുംബത്തെയും നാളെ നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾ പാടിയതുപോലെ കർത്താവിന്റെ ദൂതസംഘം, ദൂതന്മാരുടെ ഒരു വലിയ സംഘം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിതത്തിൽ പല ത്യാഗങ്ങൾ ചെയ്ത് പല പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന പ്രത്യാശയോടുകൂടി കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ജീവിച്ച ഭക്തജനങ്ങളെ സ്വീകരിക്കുവാൻ കർത്താവ് അങ്ങയുടെ വലിയ ദൂതന്മാരുടെ ഒരു സന്നാഹം ചുറ്റും നിൽക്കുന്നുവെന്നും അവിടുന്ന് സ്വീകരിക്കുന്നുവെന്നും ഞങ്ങൾ പാടിയതുപോലെ ആ പ്രത്യാശയാൽ നിറയപ്പെട്ട ജീവിതങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ മാതാവിനും അതുപോലെ ഉള്ള ഒരു ജീവിതം ചെയ്യുവാനും കർത്താവിൽ നല്ല ഒരു അന്ത്യം പ്രാപിക്കുവാനും അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയെങ്കിലും ദൈവത്തിന്റെ ദൂതന്മാരുടെ വലിയൊരു ഗണം പ്രിയ മാതാവിന്റെ ചുറ്റുപാടും നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് മനസ്സായി കർത്താവേ, അതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായി ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മനോഭാരങ്ങളുണ്ട്, ശൂന്യമായ അവസരങ്ങളുണ്ട് കർത്താവേ. എങ്കിലും അവയൊക്കെ മാറ്റുന്ന ദൈവീക സമാധാനം കർത്താവേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവേ, പ്രിയ പിതാവിന്റെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും കർത്താവേ, ഈ ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഭയിലുള്ള വിശ്വാസ കുടുംബങ്ങളിലും കർത്താവേ, എല്ലാവരിലും ഈ പ്രത്യാശയും സമാധാനവും പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെ രാവിലെ നടക്കുന്ന അവസാന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. അനേകർ തക്ക സമയത്ത് അവിടെ എത്തുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവ്, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും മാന്യമായി ഏറ്റവും ശ്രേഷ്ഠമായി നടക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഓരോ ശുശ്രൂഷയിലും ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഞങ്ങൾ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്സാഹിപ്പിക്കുന്നതായിരിക്കുവാൻ ഒന്നും അവിടെ നടക്കുവാൻ ഇടവരാതെ സകലത്തിൽ ഞങ്ങളുടെ പ്രത്യാശ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ യാത്രയിൽ ദൈവം അവരെ സഹായിക്കണം. വളരെ കർത്താവെ, കൃത്യസമയം തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ ഒരു അസൗകര്യവും പ്രയാസവും ഒന്നും അവിടെ യാത്രയിൽ നേരിടാതെ അവർ സന്തോഷത്തോടും സമാധാനത്തോടും ഇവിടെ എത്തുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ കുടുംബങ്ങളായി അവിടുത്തെ കരങ്ങളിൽ വെക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു, ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നു. കർത്താവേ, ഈ അടുത്ത ആഴ്ചയിലും ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ മറവിൽ അവിടുത്തെ കരവലയത്തിനുള്ളിൽ അവിടുന്ന് എല്ലാവരെയും സൂക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവ് സഹായിക്കണമേ. രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, രോഗത്തെ സൗഖ്യമാക്കുന്ന അവിടുത്തെ ശക്തി പുറപ്പെട്ട് രോഗികളുടെ മേൽ കർത്താവെ രോഗസൗഖ്യം അയക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്രകാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ ജീവിതങ്ങളിലും അവരുടെ ആവശ്യങ്ങളെ ദൈവം മാനിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നത് വരെ ഉള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ അവിടുത്തെ കലവറകൾ തുറന്ന് അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകിയിരിക്കുമ്പോൾ ദൈവവചനം സംസാരിക്കുവാൻ അങ്ങയുടെ ദാസനെ ദൈവം അധികാരപ്പെടുത്തണമേ. അവിടുത്തെ കൃപ കൊടുത്ത് സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതുകൊണ്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ചവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. Pastor, please come and minister the word of God to us.
ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. തോമാച്ചാനും മടമയുമായിട്ടുള്ള ബന്ധം ലോങ് ടൈം, ഒരുപാട് 80കളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധിക്കുവാനെ കൊണ്ട് ദൈവം കൃപ തന്നു. ബിന്ദു കുഞ്ഞായിരിക്കുമ്പോൾ ബിന്ദുവിനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ അവസരം കിട്ടി. തോമാച്ചായൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകുവാൻ കഴിയാത്ത ഓർമ്മകൾ തന്നൊരു ദൈവദാസന്. ഒത്തിരി ഞാനൊരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു മുഖമാണ് തോമാച്ചായൻ്റെ മുഖം. ക്ഷമ, താഴ്മ, ഹല്ലേലൂയ, ഭയങ്കരമാണ്. ഹല്ലേലൂയ. മളമാമയുടെ ഹല്ലേലൂയ തീഷ്ണത, അതിഥി സൽക്കാരം മറക്കാൻ പറ്റില്ല. ആ ഭവനത്തിൽ അനേക ദിവസങ്ങൾ മീറ്റിംഗ് നടത്തുവാനും അവരുടെ അതിഥി സൽക്കാരങ്ങൾ പങ്കുകൊള്ളുവാനും ഇടയായി. ഹല്ലേലൂയ. പലരും പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ശരീരം വിട്ട് കർത്താവിനോട് ചേരുന്നത് ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. എന്നാൽ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഹല്ലേലൂയ. ഹൃദയം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ അവസരത്തിൽ എൻ്റെയും പ്രിയയിൽ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ക്രൈസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും കണ്ടോളൻസും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിൻ്റെ സമയം നമ്മൾ മോഷ്ടിക്കുവാനൊക്കെ പാടില്ല. നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനാകുന്നു. ആരാധന എന്ന് പറഞ്ഞാൽ പാട്ടും പ്രാർത്ഥനയും ഒന്നുമല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാത്ത ആരാധനയെ ദൈവം പ്രസാദിക്കുകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാകുന്നു എന്നുള്ള ഉൾക്കാഴ്ചയില്ലാത്ത ആരാധനയെ ദൈവം പ്രസാദിക്കുകയില്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ ആരാധനയിൽ ഹല്ലേലൂയ, യാഗാർപ്പണം. ഹല്ലേലൂയ. യാഗമായി റോമർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിപ്പിൻ. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ ആദാമിൽ നിന്ന് കിട്ടിയ ഒത്തിരി ഹല്ലേലൂയ ശരീരത്തിൻ്റെ മോഹങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനെ യാഗം കഴിക്കുവാനാണ് ആലയത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് മാറി പുതുക്കം പ്രാപിക്കുന്നില്ല എങ്കിൽ, ദൈവ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനയില്ല. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ മഹത്വം. യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രിയ തോമാച്ചായൻ ഞാൻ തോമാച്ചായനെ വിളിച്ചപ്പോൾ അച്ചായൻ്റെ ആ പ്രത്യാശയും സമാധാനവും കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ച്. എൻ്റെ ഏറ്റവും ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാം, ശാലിനിപ്പള്ളിയിൽ നിന്ന് നല്ലൊരു കൺവെൻഷൻ, ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു കൺവെൻഷൻ പ്രാസംഗികയാണ്. ആ സഹോദരിയുടെ സഹോദരൻ ഞങ്ങൾ ഒന്നിച്ച്, വളരെ സ്നേഹിതനാണ്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തു. ഞാൻ സിറ്റിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിയുടെ മകൻ കാലിഫോർണിയയിൽ പഠിച്ചിട്ട് പുള്ളി മടങ്ങി വരുന്ന അവസരത്തിൽ ഹല്ലേലൂയ ഒരു കാർ അപകടത്തിൽപ്പെട്ട് പുള്ളി ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. 23 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഒരു തുള്ളി കണ്ണുനീര് ഒഴിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് ചോദിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. 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 എന്നാൽ എനിക്കൊന്നറിയാം, ഹല്ലേലൂയ, മരണം അവസാനമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോടുകൂടെ അവനെ നിത്യതയിൽ കാണും. ആ പ്രത്യാശ ആ തോമാച്ചായനിൽ ആ പ്രത്യാശ എനിക്ക് കാണുവാൻ കൊണ്ട് പറ്റി. ബിന്ദു മോളിൽ ആ പ്രത്യാശ. ബിന്ദു ഇവരുടെ പേരെപ്പോഴും എനിക്കൊരു കൺഫ്യൂഷനാണ്.
രണ്ട് കുഞ്ഞുങ്ങളെയും ഞാൻ വളരെ സ്നേഹിക്കുന്നു. അവരുടെ വളർച്ചകളൊക്കെ കാണുവാനും. അല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് എൻ്റെ 2 മക്കൾ ടെക്സസിലുണ്ട്. അവർ ന്യൂയോർക്കിൽ ജനിച്ചവരാണ്. ഇവർ മൂവ് ചെയ്തതുപോലെ അവരും ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഞാൻ വന്നുകൊണ്ട് അമ്മാളമ്മാമ്മയെ കാണുമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി കാണുവാനും കുറച്ചേറെ സമയം അമ്മാമ്മയുമായി സഹകരിക്കുവാനിടയായി. അമ്മാമ്മയെ കൊണ്ട് ചോദിച്ചത് ആരാണെന്ന് അറിയാമോ എന്ന് തോമാച്ചൻ ചോദിച്ചു. അതെൻ്റെ രാജനല്ലേ എന്ന് അമ്മാമ്മ മറക്കാതെ ഒറ്റയടിക്ക് പറവാനെ കൊണ്ടിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ആ പ്രത്യാശയിൽ ദൈവം ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന് മുമ്പിൽ നാം ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് അല്ല, മലയാളമല്ല, ഹിന്ദി അല്ല, തമിഴല്ല, ഉറുദു അല്ല. ദൈവം നമ്മോട് സംസാരിക്കുന്ന ആത്മഭാഷയിലാകുന്നു നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിലാകുന്നു. ആത്മാവിൽ ജീവൻ പകരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ആത്മജീവൻ പ്രാപിക്കുന്നില്ല എങ്കിൽ ആ വചനം കൊണ്ട് ഫലമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായതാ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പോയപ്പോ 3 കാര്യം നമുക്ക് തന്നിട്ട് പോയി. 1, നാമം, യേശുവിന്റെ നാമം നമുക്ക് തന്നിട്ട് പോയി. ഹല്ലേലൂയ. പത്രോസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭിക്ഷ യാചിച്ച അമ്മയുടെ ഉദരം മുതലേ മുടന്തനായിരുന്ന മനുഷ്യരോട് പറഞ്ഞു, എനിക്ക് വെള്ളിയും പൊന്നും ഒന്നുമില്ല, എനിക്ക് നിനക്ക് തരുവാൻ യേശുവിന്റെ നാമമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ നരിയാണികൾ ഉറച്ചു. ഹല്ലേലൂയ. ആ നാമമാണ് നമ്മുടെ കയ്യിലുള്ളത്. യേശു നമുക്ക് തന്നിട്ട് പോയത് യേശുവിന്റെ നാമം, സകല നാമത്തിലും മേലായ നാമം. കീഴടങ്ങും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന നാമമാണ് നമ്മുടെ കയ്യിലുള്ളത്. 2, ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ തരും. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സാകുന്നു, ദൈവത്തിന്റെ ഹൃദയമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം അയച്ച് അവനവരെ സൗഖ്യമാക്കി. വചനം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാറയെ പുലർക്കുന്ന ചുറ്റികയാകുന്നു, പിശാചിന്റെ തലയ്ക്കടിക്കുന്ന കൂടമാകുന്നു ദൈവവചനം. ഹല്ലേലൂയ. 1, യേശുവിന്റെ നാമം, 2, വചനം, 3, the glory, മഹത്വം നമുക്ക് തന്നിട്ട് പോയി. യോഹന്നാന്റെ സുവിശേഷം ഭാഷ പറഞ്ഞു 17-ാം അധ്യായത്തിൽ, എന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. ഗ്ലോറി, ശക്തിയും അധികാരവും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് വളരെ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ മുമ്പിലായിരിക്കാം. ഹല്ലേലൂയ. ഒരു പുതിയ ജീവൻ നാളെ, ഹല്ലേലൂയ, മണമാമയുടെ അല്ലെങ്കിൽ അവസാനത്തെ ശത്രുവാകുന്ന മരണം, ഹല്ലേലൂയ, നല്ല ഒരു ശവസംസ്കാര ശുശ്രൂഷ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ ദേശത്ത് സാക്ഷീകരിക്കത്തക്ക ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ശുശ്രൂഷ അവിടെ നടക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതൊക്കെയും അനുകൂലമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു കുറിവാക്യമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എടുത്തവർ ദയവായി വായിച്ചു. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ.
എന്നാൽ നമ്മിൽ ഓരോരുത്തരും കർത്താവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അളവിനൊത്തവണ്ണം കൃപ വരങ്ങൾക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയത് ഒന്നിപ്പിക്കുവാനാകുന്നു. നമ്മളെ വിളിച്ചത് ഏക പ്രത്യാശ, ഒറ്റ പ്രത്യാശയ്ക്ക് വേണ്ടിയാ വിളിച്ചത്. ഒറ്റ പ്രത്യാശയുള്ളൂ എന്ന് പറയാൻ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ദൈവസഭ, ദൈവം ഹല്ലേലൂയ നമുക്ക് തന്ന 2 കുടുംബങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മക്കളും ഭാര്യയും ഭർത്താവും ചേർന്ന ഒരു കുടുംബം. 2 സഭയാകുന്ന കുടുംബം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ ഒന്നിപ്പിച്ചിരിക്കുക. യേശുവിന്റെ ശരീരമാ സഭ. ഹല്ലേലൂയ. ആ സഭയോടെ ഒന്നിക്കാത്തവർ ഹല്ലേലൂയ പ്രത്യാശയില്ലാത്തവരാ. ഏക പ്രത്യാശയ്ക്കായി വിളിക്കുമ്പോൾ എന്താകുന്നു? ശരീരം ഒന്നാകുന്നു, 2 ആത്മാവൊന്ന്. പരിശുദ്ധാത്മാവ്. സഭ പണിയുന്ന ആരാ? പരിശുദ്ധാത്മാവാകുന്നു. നമ്മെ ഭരിക്കുന്ന ആത്മാവാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായും നായ് കൊണ്ട് പറയുന്നതും നമ്മുടെ ജീവിതവും തമ്മിൽ അലൈൻ ചെയ്യുന്നുണ്ടോ? ഒന്നിക്കപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ഏത് ആത്മാവാകുന്നു? മനസ്സ്, ഇച്ഛാശക്തി, ഹൃദയം. നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ ഫിൽറ്റ് ചെയ്യുന്നതാ എന്താ? ഫ്രീ വിൽ, ഇച്ഛാശക്തി. ഇച്ഛാശക്തി എന്ന് പറയുന്നത് ആ ചിന്തയിൽ വരുന്നത് ഫിൽറ്റ് ചെയ്ത് ഇരുത്തുന്ന സ്ഥലമാ ഹൃദയം. യഹോവ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവ്, പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നുവോ, നടത്തപ്പെടുന്നുവോ? ഹല്ലേലൂയ. മൂന്നാമത് പറയുകയാകുന്നു ഹല്ലേലൂയ. കർത്താവ് എന്ന് വെച്ചാൽ നമ്മള് കർത്താവേ കർത്താവേ എന്ന് പറയും. കർത്തൃത്വം നടത്തുന്നവൻ. നമ്മുടെ മോഹം എന്താകുന്നു? നമ്മുടെ ജഡത്തെ ക്രൂശിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മോഹങ്ങൾ എന്താകുന്നു? അതാകുന്നു കർത്തൃത്വം നടത്തുന്നത്. കർത്താവ് ഒരുവൻ. ആകെപ്പാടെ 1 മണിക്കൂറേ ഉള്ളല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളിത് വായിച്ചാൽ മതി, വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചാൽ മതി. എന്നാൽ നമ്മെ വിളിച്ചത് പ്രത്യാശ, ഏക പ്രത്യാശയ്ക്കാകുന്നു. ഏത് പ്രത്യാശയ്ക്കാണ് നമ്മളെ വിളിച്ചത്? വീട് തരുമെന്നോ, കാറ് തരുമെന്നോ, നല്ല ജോലി തരുമെന്നോ, നല്ല കുഞ്ഞുങ്ങളെ തരുമെന്നോ, അല്ലെങ്കിൽ നല്ല സൗന്ദര്യം, പാടാനും പ്രസംഗിക്കാൻ. ആർക്കാ പ്രസംഗിക്കാൻ വയ്യാത്തത്? ഇതല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏക പ്രത്യാശ. അതല്ല. അല്ലെങ്കിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ പ്രത്യാശയ്ക്ക് നമ്മളെ വിളിച്ചത് ക്രിസ്തു നമ്മിൽ വസിക്കുവാൻ. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സകല സൃഷ്ടികളും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് വാഴുവാൻ. ഭൂമിയിലുള്ള ദൈവം സൃഷ്ടിച്ച യാതൊരു സൃഷ്ടിയിലും ദൈവം വസിക്കുന്നില്ല. ദൂതന്മാരിൽ ദൈവം വസിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ദൂതന്മാരിൽ വസിക്കുന്നില്ല. എന്നാൽ ദൈവം വസിക്കുവാൻ ഭൂമിയിൽ സൃഷ്ടിച്ച ഒരേ സൃഷ്ടിയേ ഉള്ളൂ, നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം, നമ്മുടെ പ്രത്യാശ എന്തുവാ? ക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിൽ വാഴിക്കണം. പറ്റുന്നുണ്ടോ? ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികളൊക്കെ ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനല്ല ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥന ഈ ലോകത്തിൽ ചിലതൊക്കെ നേടിയെടുക്കുവാനല്ലേ. നമ്മുടെ വിശ്വാസം കാണാത്ത ലോകത്തെ കുറിച്ച്
പ്രാപിച്ച് അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഞാൻ വീക്കിലി ഒരു സർക്കുലേഷൻ നെറ്റ്വർക്കിൽ കൂടെ നടത്തുന്നുണ്ട്. ട്രൂ റെവലേഷൻ എന്നാകുന്നതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് വെളിപ്പാടാണ്. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടെ നമ്മെ വെളിപ്പെടുത്തുന്നത് ആത്മലോകമാണ്. ആത്മലോകത്തെ കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. ആത്മലോകം. അങ്ങനെയെങ്കിൽ യേശു വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരീരത്തിലാകുന്നു. നിങ്ങളുടെ ശരീരം എന്റെ ആലയമെന്നും എന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ഈ ഇരിക്കുന്ന ഓരോ ശരീരവും സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. കാരണം ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. ദൈവം വസിക്കുന്നത് ഈ ശരീരത്തിലാണ്. ഇന്ന് ഈ വെളിപ്പാട് നാം പ്രാപിച്ചുകൊണ്ട് വേണം ഇവിടുന്ന് പോകുവാൻ. വെറുതെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളതല്ല ഈ ശരീരം. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഈ ശരീരമാകുന്നു ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് ഹല്ലേലൂയ, ക്രിസ്തുവിൽ നമ്മളെ എന്താക്കി തീർത്തു? പൂർണ്ണതയുള്ളവരാക്കി തീർത്തു. കൊലോസ്യ ലേഖനം 2:9-10 വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലവനായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ നോക്കണമേ, ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിലാകുന്നു. ആ ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാകുന്നു. പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നാം പൂർണ്ണതയുള്ളവരാ അല്ലേ? ആണോ? എങ്ങനാ ക്രിസ്തു പൂർണ്ണതയുള്ളതാക്കി നമ്മെ മാറ്റിയത്? അതിന്റെ താഴോട്ട് വായിച്ചാൽ അതിന്റെ 13-ാമത്തെ വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണരാക്കി തീർക്കുവാൻ യേശു കാൽവരിയിൽ യാഗമായി തീർന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ യേശു പരാജിതനാണ്, തോറ്റവനാണ്. എന്നാൽ യേശു ജയിച്ചത് ക്രൂശിലാകുന്നു. നാം സാധാരണ ജയിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നാം ചെറുതാകുമ്പോൾ. പൗലോസ് പറയുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് അവനെ വലിയതാക്കിയത് അവന്റെ എളിമത്വമാകുന്നു. നമുക്ക് എളിമപ്പെടുവാനും കൊണ്ട് കഴിയുമോ? യേശു കാൽവരിയിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചത് അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോഴാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ക്രൂശിനെ നമുക്ക് കാണാൻ കൊണ്ട് പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ക്രൂശിൽ ക്രൂശിക്കപ്പെടുന്നില്ല എങ്കിൽ ശരീരം ഉയർത്തപ്പെടുകയില്ല. മരിക്കാത്ത ശരീരം ഉയർത്തപ്പെടുകയില്ല. നമ്മുടെ അമ്മാമ, പ്രിയ അമ്മാളമ്മാമ, ഹല്ലേലൂയ, ജഡത്തിൽ മരിച്ചു, ആത്മാവിൽ ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മരണം നടക്കാതെ ഒരു പുനരുത്ഥാനം സംഭവിക്കുകയില്ല. ജഡമനുഷ്യൻ ചാകാതെ ആത്മമനുഷ്യൻ ജീവിക്കപ്പെടുകയില്ല. എന്റെ യേശു ക്രൂശിൽ മരിച്ചത് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ, നമ്മുടെ മേലുണ്ടായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു.
പാപി എന്ന മേലെഴുത്ത് മായിച്ചു കളഞ്ഞിട്ട് ക്രൂശിൽ അതിനെ തറച്ചു, അവനെ പരസ്യകോലമാക്കി. ഹല്ലേലൂയ. അവന്റെ ആയുധം വെപ്പിച്ചു. ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രൂശിൽ മരിക്കുന്നിടം വരെയും നമുക്ക് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റില്ല. അവന്റെ ആയുധം അല്ലെങ്കിൽ യേശുവിന്റെ കാൽ കീഴിൽ ഹല്ലേലൂയ സമർപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ജയിച്ചവരാണോ? ഹല്ലേലൂയ. സ്വർഗത്തിൽ പോയിട്ടല്ല സ്വർഗ ജീവിതം നയിക്കുന്നത്. ഭൂമിയിൽ സ്വർഗം പണിയുന്നവർക്ക് ജീവിക്കുവാനുള്ള ഇടമാ സ്വർഗം. സ്വർഗത്തിൽ പോയിട്ടല്ല നമ്മൾ രൂപാന്തരപ്പെടുന്നത്, മാറ്റപ്പെടുന്നത്. നമുക്കൊരവസരം ദൈവം ഭൂമിയിൽ തന്നിരിക്കുകയാകുന്നു. യേശുവിനെ പോലെയായി തീരുവാൻ, യേശുവിന്റെ പൂർണ്ണതയിൽ നാം എത്തിച്ചേരുവാൻ ദിവസം തോറും നമ്മൾ വളർച്ച പ്രാപിക്കണം. അല്ലെങ്കിൽ എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. ആ കൊച്ചുമക്കളുടെ വളർച്ചകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷം. സമയം ദീർഘിച്ചു പോവുകയാകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് 3-4 മാസമായി നാട്ടിൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പോയിരുന്നു. വന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ച കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി. യേശു നിങ്ങളെ നോക്കുമ്പോൾ ജനിച്ച ആ രൂപത്തിലാണോ, ആത്മീയ രൂപമാണോ നമുക്കുള്ളത്? നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണതയുള്ളവരായി തീർന്നിട്ടുണ്ടോ? ക്രിസ്തുവിന്റെ തലയോളം ആത്മീയ വളർച്ച, പക്വത പ്രാപിക്കുവാൻ പറ്റിയിട്ടുണ്ടോ? മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ജഡമാണോ നമ്മെ ഭരിക്കുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മളെ പൂർണ്ണരാക്കി തീർക്കുവാൻ യേശു നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി. ഒരു ചോദ്യം, ഞാൻ നിന്നെ അധികമായി സ്നേഹിച്ചാൽ അല്പത്തിലെങ്കിലും നീ എന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. രണ്ടാമത് ഹല്ലേലൂയ, അതിന്റെ 17-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. നോക്കണേ. ഹല്ലേലൂയ. മതി മതി. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ആരുടേതാ? ഹല്ലേലൂയ. വളരെ മനോഹരമായി ജീവി, നല്ല ചൂടുകാറും നല്ല സാരി, നല്ല സൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന നാം എത്ര മണിക്കൂറാ നമ്മുടെ ഒരുക്കത്തിന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷെ ഇത് നാളെ അമ്മാളമാവിടെ ശരീരം കൊണ്ട് മണ്ണി വെക്കുക. ഹല്ലേലൂയ. യേശു പറയുകയാകുന്ന ഈ ശരീരം എന്നതോ ദൈവത്തിനുള്ളതാ. ചിന്തിച്ചിട്ടുണ്ടോ? ശരീരം എപ്പോഴും എന്റേതെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൊണ്ടു നടക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ശരീരത്തെ പോഷിപ്പിക്കുവാൻ നമ്മൾ ചെലവഴിക്കുന്നത്. ഈ ശരീരം ആർക്കുള്ളതാ? ക്രിസ്തുവിനുള്ളതാ. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാകുന്നു. ശരീരം എന്നതോ യഹോവ. 1 കൊരിന്ത്യർ 6:19 എന്ന് വായിച്ചാലും 1 കൊരിന്ത്യർ 6:19. ഇപ്പൊ ഞാൻ നിർത്തിക്കൊള്ളാം, സമയം വേഗത്തിൽ ഓടിപ്പോകുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ താന്താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആദ്യാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നോക്കണേ, അടിവരയിട്ട് സൂക്ഷിച്ചു കൊള്ളണം. ഈ ശരീരം ദൈവത്തിനുള്ളതാ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാനും കൊണ്ട് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഭൂമിയിലുള്ള സകലത്തെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് സങ്കീർത്തനം 8:5 വായിച്ചാലും
സങ്കീർത്തനം 8:5. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നോക്കണേ, അതിന്റെ താഴെ 6ാമത്തെ വാക്യം കൂടെ വായിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. നോക്കണേ, മനുഷ്യൻ ആരാ? നമുക്ക് ഈ ഒരു ചിന്ത വല്ലതും ഉണ്ടോ? ദൈവം നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഈ ജഡമാണോ നാം എന്ന് പറയുന്നത്? അല്ല. ഹല്ലേലൂയ. നാം പണിതെടുക്കുന്ന ഒരു ആത്മമനുഷ്യനുണ്ട്. നമ്മുടെ ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ദിവസവും നാം നമ്മെ തന്നെ ഒരു ആത്മീയ ജീവൻ വളർച്ചയിൽ വളർത്തിയെടുക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയെ എത്തുമ്പോൾ ആത്മാവും ജീവനും ശരീരത്തെ വിട്ടുപോകും. അമ്മാളമ്മാമയുടെ പൂർത്തീകരണത്തിന്റെ കാലം തികഞ്ഞപ്പോൾ ആത്മാവും ജീവനും ശരീരത്തെ വിട്ടുപോയി. അമ്മാളമ്മാമയ്ക്ക് കൊണ്ടുപോകാനുള്ളത് എന്താണെന്നറിയാം? മക്കളെ കൊണ്ടുപോയില്ല. അമ്മാമയ്ക്കുണ്ടായ സ്വത്തൊന്നും കൊണ്ടുപോയില്ല. അമ്മാമ കുഞ്ഞുങ്ങളെ വളർത്തിയതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. ബിന്ദുവിനെയൊക്കെ വളർത്തിയത് അവള് ഒരു കുഞ്ഞ് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന അവിടെ കാലില് ആരും കാണാതിരിക്കാൻ കാല് വരെ പൊതിഞ്ഞു വെക്കുന്നായിരുന്നു. അങ്ങനെ പത്യോപദേശത്തിലായി കുഞ്ഞുങ്ങളെ വളർത്തിയത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം ദൈവത്തിന് പ്രസാദിക്കുവാനുള്ളതാണ്. ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുത്തുവാനുള്ളതാണ്. നമ്മൾ ശരീരം എന്ന് പറയുന്നത് മനുഷ്യനെ മാത്രമേ ശരീരമുള്ള ആത്മജീവിയായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. നമുക്ക് മാത്രമേ ശരീരവും ആത്മാവുള്ളൂ. നമ്മുടെ ശരീരം നാം ഈ ഭൂമിയിൽ വിട്ടിട്ട് പോകും. അമ്മയുടെ ശരീരം മണ്ണോട് ചേരും. നീ മണ്ണിൽ നിന്നെടുത്തതാ, മണ്ണിൽ ചേരും. എന്നാൽ നാം പണിതെടുക്കുന്ന ഒരു ആത്മശരീരമുണ്ട്. അത് നിത്യതയിൽ കർത്താവിനോടുകൂടി വസിക്കുവാനുള്ളതാകുന്നു. അത് നിത്യമായിട്ട് ജീവിക്കാനുള്ളതാ. അതുകൊണ്ട് മണ്ണെ പ്രതി ഈ മാണിക്യം വിട്ട് കളയരുത്. ദൈവത്തിന് വേണ്ടി ഒരു വില കൊടുക്കണം. വില കൊടുക്കാതെ ക്രിസ്തുവിനെ നേടുവാൻ കഴിയുകയില്ല. സമയം മുമ്പോട്ട് പോകുന്നതിനാൽ ഹല്ലേലൂയ, നാം ക്രിസ്തുവിൽ പൂർണ്ണതയുള്ളവരായിരിക്കുന്നത് പോലെ നമ്മിൽ ക്രിസ്തു പൂർണ്ണതയുള്ളവരായി തീരണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ നാം പൂർണ്ണതയുള്ളവരാകുന്നു, നമ്മിൽ ക്രിസ്തു പൂർണ്ണതയുള്ളതായി തീരണം. വീണ്ടെടുത്തപ്പോൾ പൂർണ്ണതയുള്ള ഒരു ക്രിസ്തുവിനെയാണ് നമ്മളിൽ നിറച്ചത്. എന്നാൽ നാം ക്രിസ്തുവിൽ പൂർണ്ണരാകുന്നുവോ? വായിച്ചാലും 15-7, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നമുക്ക് ക്രിസ്തുവിൽ വസിക്കുവാനെ കൊണ്ട് കഴിയുന്നുണ്ടോ? 50%, 25%, എത്ര പേഴ്സൻ്റ് കർത്താവിന് കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചേ, നമ്മുടെ ജീവിതം ക്രിസ്തു നമ്മളിൽ പൂർണ്ണരാണ്. നാം ക്രിസ്തുവിൽ പൂർണ്ണരായി തീരണം. എന്ത് ചെയ്യണം? അതിന്റെ 9-ാം വാക്യത്തിൽ വരുന്നു. ഞാൻ തന്നെ വായിച്ചുവിടാം. ഹല്ലേലൂയ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അത് ഡിവൈൻ ലവ് ആകുന്നു. ഫിസിക്കൽ ലവ് അല്ല, ഡിവൈൻ ലവ്. ഒരു സ്വർഗീയ സ്നേഹം. പിതാവിന്റെ സ്നേഹം ക്രൂശിൽ യേശു വെളിപ്പെടുത്തി. എന്നിട്ട് പറയും, എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് പറയുകയാകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എന്റെ കൽപ്പന. കൽപ്പന ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല.
ഉണ്ട്. നാം കൽപ്പന ലംഘിക്കുവാൻ പാടില്ല. യേശു പറയുകയാകുന്നു, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഡിവൈൻ ലവ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളരുവാനെ കൊണ്ട് പറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം പോയതിനാൽ അവിടെ നിൽക്കുന്നില്ല. ക്രിസ്തുവിൽ നാം പൂർണ്ണരായിരിക്കുന്നത് പോലെ നമ്മിൽ പൂർണ്ണതയോടെ ക്രിസ്തു വാഴുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 19 മുതൽ 23 വരെ ജസ്റ്റ് വായിച്ചു വിടുന്നു. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അവിടൊന്ന് നിൽക്കണമേ. നമ്മുടെ പ്രത്യാശ, ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന 1 മണിക്കൂർ, 1 മണിക്കൂർ 1 മണിക്കൂർ മിനിമം പ്രസംഗം. അതുകൊണ്ട് ഒരു പോയിന്റ് തെളിയിക്കണമെങ്കിൽ ഇച്ചിരി സമയം വേണം. ഹല്ലേലൂയ. നാം പ്രത്യാശ വെച്ചിരിക്കുന്ന ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച്, നമ്മുടെ പ്രത്യാശ വിഷയം ഈ ലോകത്തിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ എന്താ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വീട് തരും, രോഗം മാറും, കുഞ്ഞുങ്ങളുടെ കല്യാണമൊക്കെ നടക്കും. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാകുന്നു. നമ്മുടെ പ്രത്യാശ എന്തുവാ? പ്രത്യാശ എന്ന് വെച്ചാൽ എന്തുവാ? പ്രത്യാശ എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യം ഭൂമിയിൽ എന്തോ ഉള്ളത്. ഒരു വണ്ടി മേടിക്കണമെന്നുള്ള, വണ്ടി കിട്ടിയിട്ടില്ല എങ്കിൽ അത് കാണാത്ത കാര്യമാണോ? അല്ല, അത് ഭൂമിയിൽ കാണുന്ന കാര്യമാണ്. എന്നാൽ കാണാത്ത കാര്യം എന്തുവാ? എനിക്ക് ചുറ്റും നിൽക്കുന്ന ദൂതഗണത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആത്മലോകത്തെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാകുന്നു. വായിച്ചോ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണമേ. ക്രിസ്തുവിൽ അമ്മാണമ്മാമ ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ന്യൂ ഗോസ്പൽ അസംബ്ലി ഒന്നിച്ച് ആരാധിക്കുമ്പോഴേ അമ്മാമ നിത്യജീവൻ പ്രാപിച്ചതാ. അമ്മാമയ്ക്ക് മരണമില്ല. ഹല്ലേലൂയ. ശരീരം വിട്ട് ക്രിസ്തുവിനോട് ചേരുക, ട്രാൻസ്ഫർ ചെയ്യുക. ജഡം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവുമായി ജോയിൻ ചെയ്യുക. പ്രമോഷനാ. അമ്മാമ മരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അമ്മാമയെ സൃഷ്ടിച്ചവരിലേക്ക് മടങ്ങി ചേർന്നിരിക്കുകയാകുന്നു. കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും നാം കർത്താവിനോട് കൂടെ എല്ലാ നാളും സ്വർഗത്തിൽ വാഴും. ഈ മണ്ണ് കൊണ്ടുള്ള ശരീരം ഒരു സ്വർഗീയ ശരീരം പ്രാപിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. ലോക മനുഷ്യരെ പോലെ നാം ദുഃഖിക്കേണ്ടവരല്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ നിത്യ വീട് ഇതല്ല. നമ്മൾ സ്വർഗീയ സിറ്റിസൺഷിപ്പ് ഉള്ളവരാ. നിത്യരാജ്യമാണ് നമ്മുടെ പ്രത്യാശ. മളമാമ പ്രത്യാശയുടെ നാട്ടിലേക്ക് പോയി. ഈ കുഞ്ഞുങ്ങളും ഈ സഭയിലുള്ളവരും നമ്മളെല്ലാവരും ഒരു നാളിൽ അമ്മാമയെ സ്വർഗത്തിൽ പോയി. ആ നല്ല ദിനത്തെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയത്തോടും വളരെ ഭക്തിയോടും വിശുദ്ധിയോടും ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നൽകി തന്ന ഈ അവസരത്തിനായി സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
പ്രത്യാശയുടെ വചനം പ്രത്യേകിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് ദൈവവചനം ഇന്ന് രാവിലെ സമയം നമുക്ക് കേൾക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മോട് സംസാരിച്ച വചനങ്ങളെ ഓർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. അല്പം കൂടെ സമയം കൊടുക്കുന്ന കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് ദാറ്റ് ഈസ് വി ജസ്റ്റ് കീപ് മെസ്സേജസ് ഷോർട്ട് ആൻഡ് thank you for coming and being with us and sharing the word of God. We're going to take a few minutes to sing a song. Sister Annie, can you lead us this song, Thenilum Madhurama, that song? Hallelujah. Let us reflect on the words that is spoken to us, and let's all close our eyes. Ajay, can you pray at the end? I'll pray. Okay. So, Madhurama, Thenilum Madhurama, Yeshu Christu Madhurama, Ruchichu Mokiya, Kartan Kripagale, Yeshu Christu Madhurama, Ruchichu Mokiya, Kartan Kripagale, Yeshu Christu Madhurama, Niyente Sarvavum, Niyenikkullavan, Niyente Sarvavum, Ellattilum, Nin Jeevanen Pennai Thannadina, Niyente Sarvavum, Ellattilum, Thenilum Madhurama, Thenilum Madhurama, Yeshu Christu Madhurama, Ruchichu Mokiya, Kartan Kripagale, Yeshu Christu Madhurama, Ruchichu Mokiya, Kartan Kripagale, Yeshu Christu Madhurama. Hallelujah. നമുക്ക് ഇന്ന് പകൽക്കാലം നാം കേട്ട വചനത്തിന്റെ മുൻപാകെ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് രൂപാന്തരപ്പെടുവാൻ ഉള്ള അവസരം. സ്വർഗത്തിൽ ചെന്നതിന് ശേഷമല്ല. ക്രിസ്തുവിൽ ജനിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ മരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പും പുനരുദ്ധാനം ഉണ്ടാകുന്നത്. നാം അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ഭക്തനിൽ കൂടി നാം കേട്ടത്. അതൊക്കെ ഇന്ന് രാവിലെ സമയം നമുക്ക് ഏറ്റെടുക്കാം. പ്രത്യേകിച്ച് പ്രിയ മാതാവിന്റെ ജീവിതം എത്രമാത്രം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു എന്നുള്ള സാക്ഷ്യവും, എപ്രകാരം മക്കളെ വളർത്തിയെന്നുള്ള സാക്ഷ്യവും, പ്രിയ കർത്താവിന്റെ ദാസനെ കൂടി നാം കേട്ടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം അവസരം നൽകി, ദൈവം കൃപ ചെയ്തു. തന്റെ മുൻപിൽ വെച്ചിരുന്ന ഓട്ടം വളരെ പ്രത്യാശയോടെ പൂർത്തിയാക്കി നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. കർത്താവിന്റെ ആ പ്രത്യാശയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടട്ടെ. നാം ഓരോരുത്തരും ചെയ്യേണ്ടുന്ന മാതൃക കാട്ടി തന്നതിന് ശേഷമാണ് ആ മാതൃക അനുകരിക്കുവാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും സഭയിലുള്ള എല്ലാവർക്കും ഇടയാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, നല്ല ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ആന്തരികമായി ഞങ്ങൾക്ക് ചലനം സൃഷ്ടിക്കുന്ന, ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുന്ന വചനം ഞങ്ങളോട് വളരെ ഹൃദ്യമായി സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെയും കർത്താവ് ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശയാൽ ഞങ്ങളെല്ലാവരും ഇന്ന് പകൽക്കാലം നിറയപ്പെടുവാൻ കർത്താവെ, നല്ല പ്രത്യാശയോട് കൂടി ഞങ്ങൾ എല്ലാവരും ജീവിച്ച് നല്ല അന്ത്യം പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള ന്യൂനതകൾ
കർത്താവിനെ പ്രസാദിക്കുവാൻ തടസ്സമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലെ വശങ്ങളെല്ലാം കർത്താവ് അകറ്റണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിനംതോറും ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ കൂടി മാത്രം നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ കുടുംബത്തെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന അവരുടെ മാനസികമായ അവസ്ഥകൾ കർത്താവ് അറിയുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുമ്പോൾ, ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ യഹോവ സമീപസ്ഥനാകുന്നു എന്ന് ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ദിവ്യ സമാധാനത്താൽ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ. നാളെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം വളരെ ഭംഗിയായിരിക്കണമേ. പ്രത്യേകിച്ച് നിന്റെ മക്കൾ അവിടെ സംസാരിക്കുവാൻ കടന്നു വരുമ്പോൾ അവർ ഹൃദയം തകരാതെ ധൈര്യത്തോട് പ്രിയ മാതാവിനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ വളരെ പ്രത്യാശയോടുകൂടി പ്രസ്താവിക്കുവാൻ കർത്താവേ, നീ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവരുടെ നാവുകളെ കർത്താവ് ബലപ്പെടുത്തണം. അവരുടെ വായിൽ ദൈവം വചനം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ എല്ലാവരും കടന്നു വരുവാൻ ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം സമയോചിതമായി ചെയ്യുവാനും എല്ലാം ദൈവം സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ അടുത്ത ഒരാഴ്ചക്കാലം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ പോകുന്ന യാത്രകളിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനാൽ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാം അടിയാരെ ഗോവാലി മനസ്സലിവുടെ മഹോന്നത പരനി വന്ദനം നിനക്കാമേ. മനസ്സലിവുടെ മഹോന്നത പരനി വന്ദനം നിനക്കാമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് നാളെ നടക്കുന്ന ശുശ്രൂഷകളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ്